ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോണത് കൊടുകുത്തിമലയൊക്കെട്ടോ. അവിടെ എത്തിയ പാടെ തന്നെ ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ച്, പിന്നെ ഒരു പൈനാപ്പിൾ, പിന്നെ ഒരു നാരങ്ങ സോഡ, അതൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ അവിടെ ഞാനൊരു മാങ്ങ കണ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ ആ മാങ്ങയും കൂടി വാങ്ങി കഴിച്ച് ഒരു കാടുമുട്ടിയും കഴിച്ച് ഞങ്ങൾ എൻട്രിക്ക് എത്തി. ഇതാണ് കൊടുകുത്തിമലൻ്റെ എൻട്രി വരണത്. കാണാനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ അകത്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 3 ആൾക്ക് 150 രൂപയാണ്. പിന്നെ അവിടെ ചെറിയൊരു കുളം കണ്ട്, അതിൽ നല്ല ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങളങ്ങനെ മല കയറാൻ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ എന്നെങ്ങാടി ഉഷാറ് എൻ്റെ കുട്ടിക്കേനു. അവച്ച് ഓടി കയറണുണ്ടേനു. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് പോയപ്പം താഴോട്ടൊരു ഇറക്കം കണ്ട്, ഇങ്ങനെ ഒരു ചെറുതായിട്ട്. അവിടെ അങ്ങ് ഇറങ്ങി നോക്കിയപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും കയറിയിൽ എന്താ പറയുക, ഏറ്റവും നല്ലൊരു പ്ലേസ് കണ്ടത് ഇവിടെ ആയിരുന്നു. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പം. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ പോലെ. പിന്നെ ഞാനങ്ങനെ ഒരു സ്റ്റെയർ പോലത്തെ ഒരു സാധനം കണ്ട്, മേലേക്ക് കയറിയാൽ ഇതിൻ്റെ വ്യൂ ഫുള്ള് കാണാമെന്ന് അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞേ. അപ്പം അങ്ങനെ ഞങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് കയറി നോക്കി. അതിന് മേലെ കയറിയപ്പോൾ നല്ല രീതിയിൽ കാറ്റും തണുപ്പും, എന്താ പറയുക, കാണാൻ തന്നെ നല്ലൊരു ഭംഗി. കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങാനേ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. സൂപ്പറായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും മല കയറാൻ സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അവച്ചിക്കേനു ഭയങ്കര ഉഷാർ, എടുത്തിട്ടൊന്നും നിൽക്കുന്നേ ഇല്ല. ഫുള്ള് ഞങ്ങൾ കയറിയ ഇതുവരെ ഒറ്റയ്ക്ക് നടന്നങ്ങ് കയറി. അൻപിനിൽ അൻപിൻ 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 അൻപിനിൽ ആസை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சையில் என்ன தூரலோ இன்ப தூரலோ சின்ன தூரலோ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സാധനത്തിൻ്റെ മേലെ കയറി നിന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ താഴോട്ട് മഴ തുറന്നപ്പോൾ പോയി. മേലെ കയറണം എന്നുള്ള ആഗ്രഹം ഫ്ലോപ്പായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അങ്ങനെ മേലെ നിന്ന് താഴെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കിഡ്സ് പാർക്ക് കാണുന്നത്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ അവിടെ ഇറങ്ങി ഞങ്ങൾ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ഇറങ്ങിയ അവിടെ അവ ഞങ്ങളെ കൈയൊക്കെ വിട്ടിട്ട് നേരെ അങ്ങ് പോകാൻ തുടങ്ങി. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആ താഴത്തെ ആ സ്കൈയിലെത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ അവൾക്കത് കണ്ടിട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉമ്മ നോക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചൂണ്ടിക്കാണിച്ച് ഓടുകയാണ് എന്നിട്ട് അവൾ. ഓടുന്നിടയ്ക്ക് ചെറുതായിട്ട് വീണൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ഒക്കെ ഒരു പ്രോബ്ലമേ അല്ല. എണീറ്റ് എൻ്റെ കൈക്കുന്ന വേഗം ആ കൊടിയൊക്കെ എൻ്റെ കൈക്കൊക്കെ കൊണ്ടുവന്ന് ഞാൻ അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് ഓടിപ്പോവാണ്, എനിക്ക് കാണിച്ചു തരാണ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഓടിക്കേറി ഭയങ്കര എന്താ പറയുക, ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് വരുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെ ഫുള്ള് കളികളായിരുന്നു. ഇങ്ങനെ വെറും കളി. ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നില്ല, ഫുള്ള് കളി. നല്ല എൻജോയ് ചെയ്തിരിക്കണം കുട്ടി. എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും അവൾക്ക് മുതലായി. 3 ആൾക്ക് അവിടെ ടിക്കറ്റ് റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ ഉണ്ട്, റേറ്റ് ഉണ്ട്. വലിയവർക്ക് കയറാനാണെങ്കിലും 50 രൂപയാണ് തോന്നുന്നുണ്ട് കയറാൻ. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് എടുക്കുന്നത്. 150 രൂപയാണ് ഞങ്ങൾക്ക് അവിടെ ആയത്. ഞങ്ങൾ 3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. വലിയവർക്ക് അവിടെ വലുതായിട്ട് ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ കുട്ടികൾക്കാണ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുള്ളത്. അങ്ങനെ അവൾക്ക് അപ്പുറത്തിരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് ഞാൻ താഴ്ത്തി കൊടുക്കുക ചെയ്തത്. പിന്നെ അങ്ങനെ ഫുൾ കളിയായി. പിന്നെ അതൊന്നും പോരുന്നേ ഇല്ല. പിന്നെ വേറൊരു സംഭവം, ഇങ്ങനെ ജമ്പിങ് ചെയ്യുന്നത്. ഇതിൽ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കണം. ഭയങ്കര കളിയായിരുന്നു, പിടിച്ചിട്ടേ കിട്ടുന്നില്ലേനു. കുട്ടികൾക്ക് നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ വലമ്മലൊക്കെ കയറി പട്ടാളത്തിലൊക്കെ നനഞ്ഞു കയറുന്ന പോലെ ഹവ നല്ലപോലെ കയറുന്നുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കയറണത്. എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, വീഴോ എന്തെങ്കിലും ആവോ എന്നുള്ളത്. കാരണം ഇങ്ങനെ കാണുന്ന പോലെയുള്ള അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൈ കൊണ്ട് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ടയറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറിപ്പോക്കുക.
അതേപോലെ ഇതിൻ്റെ താഴെ ഇതിങ്ങനെ നീളത്തിലാണെങ്കിൽ താഴെ ഇതേപോലെ രണ്ടെണ്ണമായിട്ട് സ്ലോപ്പായിട്ട് രണ്ടെണ്ണം കാണുന്നുണ്ടായിരുന്നു. അവിടേക്ക് പിന്നെ ഞങ്ങൾ പോയില്ല. ഇവിടെ തന്നെ അവളെ വിളിച്ചിട്ട് വരുന്നുണ്ടായില്ല, ഭയങ്കര കളിയിലേനു. ഇത് എന്തായാലും നല്ല അടിപൊളി സംഭവമാണ്. ഇതിൽ ഒരുപാട് നേരം അവൾ ടൈം സ്പെൻഡ് ചെയ്തിരിക്കണ്. പിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുവരിക ചെയ്തത് അവിടെ നിന്ന് വരായിട്ട്. കുട്ടികളെ എൻഗേജ് ആക്കി നിർത്താൻ പറ്റുന്ന ഇഷ്ടം പോലെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പോയാൽ എന്തായാലും കുട്ടികൾക്ക് വെറുതാണ്, വലിയൊരു കയറുന്നതിൽ കാര്യമൊന്നുമില്ല, വെറുതെ ടിക്കറ്റ് എടുത്ത് കയറാൻ തന്നെ ഉള്ളൂ. പിന്നെ ഭയങ്കര വെയിലേനു ഞങ്ങൾ പോയ സമയത്ത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര നല്ല ടയേർഡ് ഫീൽ ചെയ്തു. ഇതിൻ്റെ പുറകിൽ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട്, അതും കൂടി വന്നാൽ അടിപൊളി ആയിരിക്കും. പിന്നെ കുട്ടികളാണ് മെയിനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വൻ ബ്ലോക്ക്, പെരിന്തൽമണ്ണ ഫുള്ള് ബ്ലോക്കിന്. വീട്ടിലെത്തിയപ്പോൾ നല്ല ലൈറ്റായി. പിന്നെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വീട്ടിലോട്ട് പോയി. അപ്പോൾ ശരി, ഓക്കെ, ബൈ ഗൈസ്.